ഇറാൻ തുറമുഖങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അതിഗുരുതരമായ ഭീഷണിയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. 5 ദശലക്ഷം ബാരലുകളാണ് സൗദി അറേബ്യയുടെ യാംബുവിൽ നിന്നും ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇത്രയും കൂടുതൽ എണ്ണ പുറത്തേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇറാൻ ഒരുപക്ഷെ യാംബു ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിൽ പോലും അമേരിക്ക ഇത്തരം ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, അതായത് ഇറാനെ ഉപരോധിക്കാനുള്ള നീക്കം നടത്തുകയാണെങ്കിൽ, തീർച്ചയായും ഈ പ്രതിസന്ധി ഞങ്ങൾക്ക് മാത്രമാവാൻ പാടില്ല, ഈ പ്രതിസന്ധി എല്ലാവരെയും നേരിടും എന്ന രൂപത്തിലാണ് ഇറാൻ യുദ്ധത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പേർഷ്യൻ കടലിൽ നിന്ന് കൃത്യമായി ഇറാൻ പറഞ്ഞു, ഇറാന്റെ ഖാത്തമുൽ അംബിയ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കൃത്യമായ ഭീഷണി വന്നു കഴിഞ്ഞു. പേർഷ്യൻ കടലിലുള്ള ഒരു തുറമുഖത്തിൽ നിന്നും ഒരു കപ്പലും പുറപ്പെടുകയില്ല. ഇറാനിൽ നിന്ന് പുറപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ പേർഷ്യൻ കടലിൽ നിന്ന് ഒരു തുറമുഖത്തു നിന്നും ഒരു കപ്പലും പോവുകയില്ല എന്നാണ്. അത് UAEയും ഖത്തറിനെയും ബഹ്റൈനെയും കുവൈത്തിനെയും എല്ലാം ബാധിക്കുന്ന വിഷയമാണ്. എന്നാൽ അതിനോടൊപ്പം ഇപ്പോൾ മറ്റൊരു ഗുരുതരമായ ഭീഷണിയും കൂടെ വന്നിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്ന്. ഇവിടെ നിലവിൽ പേർഷ്യൻ കടലിലാണ് ഈ പറയുന്ന രാഷ്ട്രങ്ങളെല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സ്വാഭാവികമായും പ്രതിസന്ധിയുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധിയൊന്നും നിലവിലില്ലാതെ സൗദി അറേബ്യയുടെ യംബുവിൽ നിന്നുള്ള തുറമുഖം, ഇവിടെ നിന്നും 5 ദശലക്ഷം ബാരലുകളാണ് എണ്ണ പുറത്തേക്ക് പോകുന്നത് ഈ ഒരു പോർട്ടിൽ വെച്ചുകൊണ്ട്. എന്നാൽ ഇതിനു നേരെ ആക്രമണം ഉണ്ടാകുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ ഇറാനെതിരെ ഇങ്ങനെയുള്ള ഒരു ഉപരോധം അമേരിക്ക കൊണ്ടുവന്നാൽ തീർച്ചയായും ചെങ്കടൽ ഉപരോധിക്കപ്പെടും എന്നതിൽ സംശയമില്ല. ചെങ്കടൽ ഹൂത്തികൾ ഇവിടെ തീർച്ചയായും ഈ ഒരു ചെങ്കടൽ ബാബ് സ്ട്രൈറ്റ് ഓഫ് മന്ദബ് എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമുസ് കടലിടുക്കിനെ പോലെ തന്നെ മറ്റൊന്നാണ് മന്ദബ് കടലിടുക്ക്. ഈ കടലിടുക്ക് അടക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ആ കാര്യം തുറന്നു പറയുകയും ചെയ്തു. ഇവിടെ ഇറാനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ലോകം മുഴുവൻ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുക തന്നെ ചെയ്യും. ബാബുൽ മന്ദബ് അടക്കുമെന്ന രീതിയിലാണ് അവർ പറയുന്നത്. മാത്രമല്ല, സൗദി അറേബ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടാകുന്ന യംബുവിൽ നിന്നും എണ്ണ പുറത്തേക്ക് വരുന്നത് അതും തടസ്സപ്പെടും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും റഷ്യക്ക് അത് വലിയ നേട്ടമായി മാറും. എന്തായിരുന്നാലും വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു ആക്രമണത്തിന് ഇപ്പോൾ സാധ്യത ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 48 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവി ബസീം മുനീർ സൗദി അറേബ്യയിലേക്ക് എത്തുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് പാകിസ്ഥാന്റെ 13,000 സൈനികർ സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയും അതുപോലെ തന്നെ പാകിസ്ഥാനും തമ്മിൽ ഒരു കരാർ നിലവിലുണ്ട്. അത് മാസങ്ങൾക്ക് മുമ്പാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഒരു രാഷ്ട്രത്തെ ആക്രമിച്ചാൽ മറ്റു രാഷ്ട്രവും അതിലോട് കൂടെ പങ്കാളിയാകും. അത് കൂടെ ഒരുമിച്ച് നിന്ന് തിരിച്ചടിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു കരാറിലാണ് ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്നും സൗദി അറേബ്യക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാൻ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന സൂചനയാണ് ഇതിലൂടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ബസീം മുനീർ എന്തുകൊണ്ടാണ് 48 മണിക്കൂറിനുള്ളിൽ സൗദി അറേബ്യ സന്ദർശിക്കുമെന്ന വാർത്ത വന്നിട്ടുണ്ട്. ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം വരും മണിക്കൂറുകൾക്ക് ശേഷം ബോധ്യപ്പെടും. എന്തായിരുന്നാലും സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്തു നിന്നും എണ്ണ പുറത്തേക്ക് പോകുന്ന പോർട്ടുകൾക്ക് നേരെ ഇറാൻ തീർച്ചയായും ആക്രമിക്കും. അത്തരത്തിലുള്ള സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കുമെന്ന സൂചനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്.